മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏറെ നാളുകളായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ, വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നു. സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള തിക്താനുഭവം, വഞ്ചന, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. എങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അബ്ബാപിതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസം ഒത്തിരി ആശ്വാസം അനുഭവപ്പെട്ടു. അവിടുത്തെ പ്രത്യേക കൃപ സ്വീകരിക്കാൻ സാധിച്ചു. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും ഏറെ സഹായകമായി. ഇതിനോടിടയ്ക്ക് നിങ്ങൾക്ക് തരേണ്ട ചില വീഡിയോകളൊക്കെ താമസിച്ചും പോയി, ക്ഷമിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു ചിന്ത പോലും ഉണ്ടാകരുത് എൻ്റെ ഭാഗത്ത് നിന്ന്. മാത്രമല്ല, ഏറെ നാളുകളായി മനസ്സിലെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഒരു പ്രാർത്ഥനയായി ഞാൻ എപ്പോഴും സമർപ്പിക്കുന്നത്. കർത്താവിനെ ജീവനുല്യം സ്നേഹിക്കുന്ന, അപ്രകാരം കഴിയുന്നത്ര പേരെ കൊണ്ട് സ്നേഹിപ്പിക്കുന്ന, എല്ലായിടത്തും അറിയിക്കുന്ന, കഴിയുന്നത്ര പേരെ കൊണ്ട് അറിയിപ്പിക്കുന്ന, അവിടുത്തെ അങ്ങേയറ്റം സാന്ത്വനിപ്പിക്കുന്ന, കഴിയുന്നത്ര പേരെ കൊണ്ട് സാന്ത്വനിപ്പിക്കുന്ന, അവിടുത്തെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, കഴിയുന്നത്ര പേരെ കൊണ്ട് ആദരിപ്പിക്കുകയും ബഹുമാനിപ്പിക്കുകയും ചെയ്യുന്ന, കർത്താവിന് കഴിയുന്നത്ര ആത്മാക്കളെ നേടിക്കൊടുക്കുന്ന, അനേകരെ കൊണ്ട്, കഴിയുന്നത്ര പേരെ കൊണ്ട് കഴിയുന്നത്ര ആത്മാക്കളെ നേടിക്കൊടുപ്പിക്കുന്ന, അവിടുത്തെ എല്ലായിടത്തും മഹത്വപ്പെടുത്തുന്ന, കഴിയുന്നത്ര പേരെ കൊണ്ട് മഹത്വപ്പെടുത്തുന്ന, കൃതജ്ഞതാപരമായ ഹൃദയത്തോടുകൂടെ നിരന്തരം അവിടുത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന, അപ്രകാരം അനേകരെ കൊണ്ട് അപ്രകാരം ചെയ്യിപ്പിക്കുന്ന, ആത്മാവിൽ അഗാധമായ അനുതാപവും എളിമയും, കർത്താവിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്ന, എളിമയും ശാന്തതയും വിനയവും വിശുദ്ധിയും നിർമ്മലവും നിഷ്കളങ്കവുമായ ഒരു ഹൃദയമുള്ള, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ വിശ്വസ്തയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഫുൾനെസ്സിൽ അവിടുത്തെ ആഗ്രഹമനുസരിച്ച് അവസാന ശ്വാസം വരെ ജീവിക്കുന്ന ഒരു വിശുദ്ധനായ വൈദികനായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏറെ നാളുകളായി ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇപ്രാവശ്യം ഒരു ഉപമയിലൂടെ നിങ്ങളോട് സംസാരിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. 2 സാമ്രാജ്യത്തെക്കുറിച്ചും ആ സാമ്രാജ്യം ഭരിക്കുന്ന 2 ചക്രവർത്തിമാരെ കുറിച്ചുമാണ് ഈ ഉപമ. ഒന്നാമത്തെ ചക്രവർത്തിയുടെ പേരാണ് സ്നേഹപ്രകാശം. രണ്ടാമത്തെ ചക്രവർത്തിയുടെ പേര് ദുഷ്ടാന്തകാരം. ഈ 2 സാമ്രാജ്യങ്ങൾക്കും അതിരുകളില്ലായിരുന്നു. എന്നാൽ തങ്ങളെ സ്നേഹിക്കുകയും തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ജനതകളുടെ സംഖ്യ അനുസരിച്ചായിരുന്നു സാമ്രാജ്യത്തിൻ്റെ വിസ്തീർണം. ഈ 2 സാമ്രാജ്യങ്ങളിലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര തരത്തിലുള്ള ജനതകൾ ഉണ്ടായിരുന്നു. ഈ ജനതകളിലെ ഓരോ മനുഷ്യനിലും ഒരിക്കലും വിലയിടാൻ പറ്റാത്തത്ര, ഗ്രഹിക്കാൻ കഴിയാത്തത്ര അതിവിശിഷ്ടവും അമൂല്യവുമായ ഒരാത്മാവുണ്ടായിരുന്നു ഓരോ മനുഷ്യനും. ആ ഓരോ ആത്മാവും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും നിത്യമായി ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ കണ്ണുകൾ കണ്ടിട്ടുള്ളതോ കാതുകൾ കേട്ടിട്ടുള്ളതോ അല്ലാത്ത, മനുഷ്യ മനസ്സുകൾ ഗ്രഹിച്ചിട്ടുള്ളതോ അല്ലാത്ത ആ സന്തോഷത്തിലും ആനന്ദത്തിലും ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു ഓരോ മനുഷ്യരിലുമുള്ള ആത്മാവ്. സ്നേഹപ്രകാശം എന്ന ചക്രവർത്തിയുടെ കീഴിലുണ്ടായിരുന്ന, സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ജനതകൾ തങ്ങളിലുള്ള ആത്മാവിൻ്റെ വില ഏറെക്കുറെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ
ആ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അവർ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു. ഈ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ 2 കാര്യങ്ങളാണ് സ്നേഹപ്രകാശം എന്ന ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിലെ തൻ്റെ മക്കളോട് ആവശ്യപ്പെട്ടത്. അതിതായിരുന്നു: ചക്രവർത്തിയെ ഏറ്റവും ഉപരിയായി സ്നേഹിക്കുക, അതുപോലെ അവിടുത്തെ വാക്കുകൾ അനുസരിക്കുക. ഇത്ര മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യത്തിലെ പ്രജകൾ അപ്രകാരം ചെയ്തു പോന്നു. ചക്രവർത്തിയെ സ്നേഹിക്കുകയും അതോടൊപ്പം തങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവിടുത്തെ വാക്കുകൾ കേട്ട് അനുസരിച്ചു പോന്നു. എന്നാൽ ദുഷ്ടാന്തകാരമെന്ന ചക്രവർത്തി വലിയ ക്രൂരനും അഹങ്കാരിയും ദുഷ്ടനും സ്വാർത്ഥനും എല്ലാ തരത്തിലുള്ള തിന്മകളും നിറഞ്ഞവനായിരുന്നു. അവൻ്റെ സാമ്രാജ്യത്തിലായിരുന്നു എണ്ണത്തിൽ കൂടുതൽ മനുഷ്യർ ജീവിച്ചിരുന്നത്. ദുഷ്ടനായിരുന്ന ഈ ദുഷ്ടാന്തകാരം എന്ന ചക്രവർത്തി ആദ്യമായി ചെയ്ത പ്രവൃത്തി ഇതായിരുന്നു: തൻ്റെ സാമ്രാജ്യത്തിലെ ജനങ്ങൾ ഒരു കാരണവശാലും തങ്ങളിലുള്ള ആത്മാവിൻ്റെ വില മനസ്സിലാക്കാതിരിക്കുന്നതിനും ആ ആത്മാവ് രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയും അവരുടെ ആത്മാക്കളുടെ കണ്ണുകളെ അന്ധകാരമാക്കി മാറ്റി. അവരിലെ ഓരോ മനുഷ്യനിലും തികച്ചും വിലയുള്ളതും അമൂല്യവുമായ ആത്മാവ് ഉണ്ടായിരുന്നു എങ്കിലും അതിനെപ്പറ്റി അവർക്ക് യാതൊരു വിവരവും ലഭിച്ചില്ല, അറിവില്ലായിരുന്നു. കാരണം ദുഷ്ടാന്തകാരമെന്ന ചക്രവർത്തിയുടെ ആത്മാക്കളുടെ കണ്ണുകളെ ബന്ധിച്ചിരുന്നു. മാത്രമല്ല, അവരെപ്പോഴും നൈമിഷികമായ സന്തോഷത്തിൽ മുഴുകിക്കഴിയുന്നതിനും തങ്ങളിലുള്ള ആത്മാക്കളെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതിരിക്കുന്നതിനും വേണ്ടി അവരുടെ മനസ്സിനും ഹൃദയത്തിനും ശരീരത്തിനും പഞ്ചേന്ദ്രിയങ്ങൾക്കും ഏറ്റവും പ്രിയങ്കരമായ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് അവൻ അനുവദിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മദ്യം, മയക്കുമരുന്ന്, ജഡികത, ജഡമോഹങ്ങൾ, എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അനുഭവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവൻ അവർക്കെല്ലാവർക്കും നൽകി. അതുകൊണ്ട് തന്നെ ജനതകൾ എപ്പോഴും തങ്ങളുടെ ശരീരത്തിൻ്റെ വികാര വിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരത്തിലുള്ള ജഡിക മോഹങ്ങളിൽ, ജഡിക പാപങ്ങളിൽ മുഴുകിക്കഴിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇക്കാരണത്താൽ അവരിലുള്ള ആ ആത്മാക്കൾ നിത്യമായി ദൈവത്തിനായി സൃഷ്ടിക്കപ്പെട്ടതാണെന്നും ആ ദൈവത്തോടൊപ്പം നിത്യമായി കഴിയേണ്ടവരാണ് തങ്ങളെന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അനേകരുടെ ആത്മാക്കൾ ഇപ്രകാരം നശിച്ചു പോയിക്കൊണ്ടിരുന്നു. ആനയ്ക്ക് തന്നിലുള്ള ആ വലിയ ശക്തി മനസ്സിലാക്കാൻ കഴിയാതെ തൻ്റെ ശക്തിയുടെ മുൻപിൽ ഒരു അണു മാത്രമായ ഒരു പാപ്പാൻ്റെ നിർദ്ദേശമനുസരിച്ച് നയിക്കപ്പെടുന്നത് പോലെ ഈ ആത്മാക്കൾ, ഈ മനുഷ്യർ തങ്ങളിലുള്ള അമൂല്യമായ ആത്മാവിൻ്റെ വിലയറിയാതെ ഈ ദുഷ്ടനായ ചക്രവർത്തിയാൽ നയിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ദുഷ്ടാന്തകാരമെന്ന ചക്രവർത്തിയുടെ കീഴിലുള്ള ജനങ്ങൾ എല്ലാ തരത്തിലുള്ള മാരക പാപമാകുന്ന ഒരു വലിയ ചങ്ങലയാൽ ബന്ധിക്കപ്പെടുകയും അവരെ നാശത്തിൻ്റെ ഗർത്തത്തിലേക്ക്, നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ദുഷ്ടാന്തകാരം എന്ന ചക്രവർത്തിയുടെ ശക്തി അവൻ്റെ ഒരു വലിയ ചാരസംഘടനയായിരുന്നു. ആ ചാരസംഘടനയിൽ അനേകർ ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകമായ അധികാരവും
പ്രത്യേകമായ അവകാശങ്ങളും പ്രത്യേകമായ സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും ചക്രവർത്തി കൊടുത്തിരുന്നു. അവർ വിദഗ്ധമായി പരിശീലനം നേടിയവരായിരുന്നു. അങ്ങനെയുള്ള പരിശീലനങ്ങൾക്ക് ശേഷം ദുഷ്ടാന്തകാരം തൻ്റെ ചാരന്മാരെ സ്നേഹപ്രകാശം എന്ന ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിലേക്ക് നുഴഞ്ഞ് കയറുന്നതിന് കൽപ്പിക്കുകയും അവിടെയുള്ള നല്ല ആത്മാക്കളെ ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും സുഖങ്ങൾ നൽകി ആകർഷിക്കുകയും ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. അപ്രകാരം അവർ അനേകരെ പ്രലോഭനങ്ങൾ നൽകി ഏറ്റവും കൂടുതലായി മദ്യം, മയക്കുമരുന്ന്, ജഡിക സുഖങ്ങൾ നൽകി അവരെ ആകർഷിച്ചു പോന്നു. എന്നാൽ സ്നേഹപ്രകാശം എന്ന ചക്രവർത്തി ഒരു പിതാവിൻ്റെ ഹൃദയമുള്ള സ്നേഹസമ്പന്നനായ ഒരു ചക്രവർത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ പാപം ചെയ്ത് വീണു പോയവരെ അവിടുന്ന് കുറ്റപ്പെടുത്തിയില്ല. അവർ തിരിച്ചു വരുന്നതിന് വേണ്ടി സ്നേഹസമ്പന്നനായ ചക്രവർത്തിക്കെതിരെ ചെയ്ത ആ പാപങ്ങളെ കുറിച്ച് അവരിൽ ഒരു ആഴമേറിയ അനുതാപം ചക്രവർത്തി സൃഷ്ടിക്കുകയും മാത്രമല്ല ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് അവരോട് തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട്, മകനെ, മകളെ, നീ പാപം ചെയ്തു പോയോ? വിഷമിക്കേണ്ട. എൻ്റെ മകൾ, എൻ്റെ മകൻ എൻ്റെ പക്കലേക്ക് വരിക. ഞാൻ നിന്നെ ഒന്ന് ആലിംഗനം ചെയ്യട്ടെ. ഞാൻ നിന്റെ പാപമെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ഇനി മുതൽ മോൾ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ പിതാവ് ഓരോരുത്തരെയായി ആലിംഗനം ചെയ്ത് നെറ്റിയിൽ ചുംബനം നൽകി അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്തിരുന്നു. ഇപ്രകാരം കരുണയുടെയും ദയയുടെയുമായ ആ സ്നേഹം, ആ അനുകമ്പ പിന്നീട് ഒരിക്കലും ആ പിതാവിനെതിരെ പാപം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നില്ല. സ്നേഹപ്രകാശം എന്ന ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിലുള്ള മക്കളെക്കുറിച്ച് സന്തോഷവാനായിരുന്നു. എങ്കിലും തന്നെ അലട്ടിയിരുന്ന ഒരു ദുഃഖമുണ്ടായിരുന്നു ആ ചക്രവർത്തി. അത് മറ്റൊന്നുമല്ല, ദുഷ്ടാന്തകാരം എന്ന ചക്രവർത്തിയുടെ കീഴിൽ കഴിയുന്ന എണ്ണമറ്റ മനുഷ്യര്, അവരിലുള്ള വിലയേറിയ ആത്മാക്കളെ കുറിച്ചുള്ള ദുഃഖമായിരുന്നു അദ്ദേഹം. ഏത് വിധേനയും അവരെ രക്ഷിച്ചെടുക്കുവാൻ ആ ചക്രവർത്തി അങ്ങേയറ്റം ആഗ്രഹിച്ചു. ഇപ്രകാരം സ്വയം ആ ചക്രവർത്തി ചോദിച്ചിരുന്നു, ആരാണ് എനിക്ക് വേണ്ടി പോവുക? ആരെയാണ് ഞാൻ അയക്കുക? എങ്ങനെയാണ് അവരെ രക്ഷിച്ചെടുക്കുക? ചക്രവർത്തിയുടെ ദുഃഖം മനസ്സിലാക്കിയ അനേകർ മുന്നോട്ട് വരികയുണ്ടായി. അവർ പറഞ്ഞു, അവിടുന്ന് ഞങ്ങളെ അയച്ചാലും ഞങ്ങൾ തയ്യാറാണ്. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ചക്രവർത്തി അവരെ വിളിച്ച് പ്രകാരം പറഞ്ഞു, പ്രിയമക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഈ മിഷൻ. എൻ്റെ ശത്രു ശക്തനാണ്, അങ്ങേറ്റം ക്രൂരനാണ്, സൂത്രശാലിയാണ്. നിങ്ങൾക്ക് അനേകം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് ജീവൻ തന്നെ നഷ്ടമായെന്ന് വരും. എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായാൽ മാത്രം മതി. ചക്രവർത്തി പറഞ്ഞു, എൻ്റെ കൃപയും അനുഗ്രഹവും മാത്രമല്ല, എൻ്റെ അധികാരവും ഞാൻ നിങ്ങൾക്ക്
എല്ലാ തിന്മയുടെ ശക്തികളുടെ മേലും പ്രകൃതിയുടെ മേലുമുള്ള അധികാരവും നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഒന്നിനെപ്പറ്റിയും ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് പോകുവിൻ എന്ന് പറഞ്ഞ് ആ ചക്രവർത്തി അവരെ അനുഗ്രഹിച്ച് യാത്രയച്ചു. അവർ ശത്രുവിൻ്റെ സാമ്രാജ്യത്തിൽ കയറി പല ദിശകളിലേക്ക് പോവുകയും അവിടെയെല്ലാം അവരിലുള്ള ആത്മാവിൻ്റെ വിലയെപ്പറ്റി, അമൂല്യമായ വിലയെപ്പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുകയും അങ്ങനെ ഏറെയേറെ നൂറ്റാണ്ടുകളായി ഈ പ്രവർത്തനത്തിലൂടെ അനേക ആത്മാക്കളെ അവർ രക്ഷിക്കുകയും ചെയ്തു. ദുഷ്ടാന്തകാരം എന്ന ചക്രവർത്തി അങ്ങേയറ്റം കോപാകുലനായി. ഏത് വിധേനയും ഇതിന് പകരം ചോദിക്കുന്നതിന് വേണ്ടിയും കഴിയുന്നത്ര ആത്മാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും അവൻ ആലോചിക്കുവാൻ തുടങ്ങി. സ്നേഹപ്രകാശം എന്ന ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പ്രധാനമന്ത്രിയെയും അതിൻ്റെ കീഴിൽ വ്യത്യസ്തമായ വകുപ്പുകൾ പ്രവർത്തിക്കുന്ന മന്ത്രിമാരെയും, മന്ത്രിമാരുടെ കീഴിൽ കളക്ടർമാരെയും, അവരുടെ കീഴിൽ പ്രത്യേക മിനിസ്റ്റേഴ്സിനെയും നിയമിച്ചിരുന്നു. ഈ ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന, ഈ ചക്രവർത്തിയെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്ന മനുഷ്യാത്മാക്കള് അവർക്ക് ഈ തിന്മകളിൽ വീഴാതിരിക്കുന്നതിനും ചക്രവർത്തിയുടെ വാക്കുകൾ കേട്ട് അനുസരിച്ച് പരിശുദ്ധമായ ജീവിതം നയിച്ച് തൻ്റെ ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാൽ അർപ്പിക്കപ്പെടുന്ന ഒരു യാഗം ആയിരുന്നു. ചക്രവർത്തി തൻ്റെ പ്രജകളെ ജീവനുതുല്യം സ്നേഹിച്ചതിനാൽ തൻ്റെ ജീവനും തൻ്റെ ശരീരവും തൻ്റെ രക്തവും ഒരു ബലി അർപ്പണത്തിലൂടെ അവർക്ക് വേണ്ടി അർപ്പിക്കുന്നതിനിടയായി. മാത്രമല്ല, ആ ബലി നിരന്തരം 24 മണിക്കൂറും അർപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട മിനിസ്റ്റേഴ്സിന് നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സ്നേഹപ്രകാശം എന്ന ചക്രവർത്തിയുടെ കീഴിലുള്ള ആത്മാക്കൾക്ക് തിന്മയിൽ അകപ്പെടാതിരിക്കുന്നതിനുള്ള ആ പ്രത്യേക ശക്തി ലഭിച്ചുകൊണ്ടിരുന്നത് സ്നേഹപ്രകാശം എന്ന ചക്രവർത്തി പ്രത്യേകമായി നിയോഗിച്ച മിനിസ്റ്റേഴ്സ് അർപ്പിക്കുന്ന ചക്രവർത്തിയുടെ യാഗത്തിൻ്റെ ഫലമായിരുന്നു. അപ്രകാരം വിശ്വാസ സമൂഹം ഏറെ ഭക്തിയോടും ഏറെ സ്നേഹത്തോടും ഒരുക്കത്തോടും യോഗ്യതയോടും വിശുദ്ധിയോടും കൂടെ ഇപ്രകാരമുള്ള ബലികളിൽ സംബന്ധിച്ചു പോരുകയും അങ്ങനെ ദുഷ്ടാന്തകാരം ഒരുക്കിയിരുന്ന എല്ലാവിധ കെണികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അവർ രക്ഷ നേടിക്കൊണ്ടുവരുന്നു. ഇതിൻ്റെ ബാക്കി അടുത്ത പ്രാവശ്യം നമുക്ക് കേൾക്കാം. വിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധയും മാലാഖമാരുടെയും പ്രത്യേകം മാധ്യസ്ഥതയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.